തന്നതിന് ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു. നമ്മൾ ഏതൊരു ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആളായാലും നമുക്ക് കിട്ടുന്ന ഓരോ അംഗീകാരവും ഓരോ പ്രോത്സാഹനവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തനം തുടരാൻ വേണ്ടിയിട്ട്, കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രചോദനമാണ്. അതിന് വലിയ വാല്യൂ ആണുള്ളത്. അതുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഈ ഒരു വേദി തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം തരുന്ന ഒന്നാണ്. ഒരുപാട് ബഹുമാനിക്കുന്ന വിശിഷ്ട വ്യക്തികളാണ് വേദിയിലിരിക്കുന്നത്. അവരുടെ കൂടെയാണ് ഞാൻ ഈ സ്റ്റേജ് ഷെയർ ചെയ്യുന്നത്. അതന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ എടുക്കുന്നു. എനിക്കിങ്ങനൊരു അവസരം തന്നതിന് ഞാൻ നന്ദി പറയുന്നു, സന്തോഷം പങ്കുവെക്കുന്നു. അതുപോലെ ഉണ്ണിമോയി ഉമ്മണിയിൽ എന്ന് പറയുന്ന ഒരു വലിയൊരു കവി, അദ്ദേഹത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കേട്ടു. അദ്ദേഹത്തിൻ്റെ ഒരു അനുസ്മരണത്തിൽ ഞാനും നിങ്ങളോടൊപ്പം പങ്കുചേരുകയാണ്. ആ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റേതായിട്ടുള്ള ആദരവ് ഞാൻ അർപ്പിക്കുന്നു. അതുപോലെ ഭദ്രയ്ക്കും ഇവിടെ സമ്മാനം വാങ്ങിച്ചിട്ടുള്ള മറ്റു കുട്ടികൾക്കും അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. എന്നെപ്പറ്റി പറഞ്ഞ നല്ല വാക്കുകൾക്കും ഞാൻ നന്ദി പറയുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ. എന്നെ വിശ്വസിക്കരുത് എന്ന് പറയുന്ന കവിതാ സമാഹാരമാണ് ഈ അവാർഡിന് അയച്ചിട്ടുണ്ടായിരുന്നത്. ആ കവിത ഇവിടെ വായിച്ചു. ആ സമാഹാരത്തിലൊരു കവിതയാണ് എന്നെ വിശ്വസിക്കരുത്. ഞാൻ അതിനങ്ങനെ പേര് കൊടുക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, എനിക്ക് നിങ്ങൾ ഈ പുറമേ കാണുന്ന സിംഗിളായിട്ടുള്ള ഞാനല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ഒരുപാട് ഐഡൻറ്റിറ്റീസ് ഉണ്ട് എന്നുള്ളൊരു സെൻസിലാണ് ഞാൻ ആ കവിത എഴുതിയതും അങ്ങനെ ഒരു പേര് ആ പുസ്തകത്തിന് തന്നെ കൊടുത്തതും. അതായത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ആഗ്രഹമാണത്, അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യമാണത്. ഞാനായിട്ട് തന്നെ നിൽക്കാതെ പലരും ആവാൻ എനിക്ക് പറ്റണം, പലതും ആവാൻ പറ്റണം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു സാഹിത്യം നമ്മളെ പ്രാപ്തരാക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ശബ്ദം മാത്രം നമ്മുടെ ശബ്ദം ഉയർത്തുമ്പോൾ നമ്മുടെ ശബ്ദത്തിനോടൊപ്പം ശബ്ദമില്ലാതായിപ്പോയ ഒരുപാട് പേരുടെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി ലോകത്തിന് കേൾപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം എഴുതുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കലാസൃഷ്ടി നടത്തുമ്പോൾ അടിച്ചമർത്തപ്പെടുന്നവരുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയവരുടെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ, അവരുടെ ചരിത്രം, അവരുടെ നിലവിലെ അവസ്ഥ, അവർ സ്വപ്നം കാണുന്ന ഭാവി, ഇതൊക്കെ നമുക്ക് സമൂഹത്തിന് കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് സാഹിത്യത്തിന് യഥാർത്ഥ സൗന്ദര്യം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ കലയ്ക്ക് യഥാർത്ഥ സൗന്ദര്യം ഉണ്ടാവുന്നത്. ഒരു നല്ല പുസ്തകം, ഒരു നല്ല കലാസൃഷ്ടി യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് അങ്ങനെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ് പാവങ്ങൾ, വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ. ആ പുസ്തകത്തിനെ പറ്റി ഹ്യൂഗോ പറഞ്ഞിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള വരികളുണ്ടല്ലോ. അതായത് ലോകത്ത് എവിടെ മനുഷ്യർ കഷ്ടപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ പോയി, അവരുടെ വീടുകളിൽ പോയി വാതിലിൽ മുട്ടി വിളിച്ചിട്ട് ഈ പുസ്തകം പറയും, ഞാൻ നിങ്ങൾക്കായി വന്നിരിക്കുന്നു എന്ന്. അത് പാവങ്ങളെ പറ്റി മാത്രമല്ല, ഏതൊരു നല്ല പുസ്തകത്തിൻ്റെയും ഏതൊരു നല്ല കലാസൃഷ്ടിയുടെയും കാര്യമാണ്. നമ്മുടെ ലോകത്ത് കഷ്ടത അനുഭവിക്കുന്നവരുടെ അടുത്ത്, ഒറ്റയ്ക്കിരിക്കുന്നവരുടെ അടുത്ത്, നിസ്സഹായരായവരുടെ അടുത്ത് പോയി അവരുടെ വാതിലിൽ മുട്ടി വിളിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഓരോ നല്ല പുസ്തകവും. അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന സാഹിത്യത്തിനും കലയ്ക്കുമൊക്കെ സൗന്ദര്യം ഉണ്ടാകുന്നത്. അങ്ങനെ പറയാൻ കഴിയുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, അത് കലയുടെ മേഖലയിലായിക്കോട്ടെ മറ്റു രീതിയിലായിക്കോട്ടെ, അതിന് അർത്ഥമുണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഈ ഉണ്ണിമോയി ഉമ്മണിയെ പറ്റി എല്ലാവരും ഒരുപാട് പറഞ്ഞു. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, സമത്വത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളായിരുന്നു എന്നാണ് പറഞ്ഞത്. അതുപോലെ ഈ ഒരു അവാർഡ് വിമൻ റൈറ്റേഴ്സിന്, എഴുത്തുകാരികൾക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ്. എനിക്കിങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട കുറേ വിമൻ റൈറ്റേഴ്സിന് ഇങ്ങനെ ഓർമ്മ വരുവാണ്. നമ്മുടെ ലോകത്തിന് മഹത്തായ സംഭാവനകൾ തന്നിട്ടുള്ള ഒരുപാട് എഴുത്തുകാരികളുണ്ട്. പേൾ എസ്ബക്കിനെ കുറിച്ച് പറയുമ്പോൾ അവര് പഴയകാല ചൈനയിൽ ഇരുന്നോട്ട് പറഞ്ഞ കഥകൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് നെഹ്റു പറയുന്ന ഒരു അനുഭവം,
അദ്ദേഹത്തിൻ്റെ ഭാര്യ കമല മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് നെഹ്റു അടുത്തിരുന്ന് അവർക്ക് വായിച്ചു കൊടുക്കുന്ന പുസ്തകം പോൾ എസ്ബക്കിൻ്റെ നല്ല ഭൂമിയാണ്. അത്രയധികം സ്വാധീനമാണ് ആ ഒരു എഴുത്തുകാരി നമ്മളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഒപ്പം നടക്കുന്ന ഒരാളെ പോലെയാണ് ഇന്നും നമുക്ക് അവരെ പറ്റി ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഒരുപാട് എഴുത്തുകാരികളുണ്ട്. തെത്സുഗോ കുറോയാനഗി, അവരുടെ ടോട്ടോ ചാൻ ഇല്ലാതെ എനിക്ക് തോന്നുന്നു നമുക്ക് ആർക്കും ടോട്ടോ ചാൻ ഇല്ലാത്തൊരു ലോകം, ടോട്ടോ ചാൻ ഇല്ലാത്തൊരു ജീവിതം സങ്കല്പിക്കാൻ കൂടി പറ്റില്ല. അത്രയധികം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയ ഒരു പുസ്തകമാണ് തെത്സുഗോ കുറോയാനഗിയുടെ ടോട്ടോ ചാൻ ജനാലക്കരികിൽ വികൃതിക്കുട്ടി. അങ്ങനെ ഒരുപാട് എഴുത്തുകാരികൾ എനിക്ക് ഓർമ്മ വരുവാണ്. ഏഥൽ ലിലിയൻ വോയ്നിച്ച് ഉണ്ട്, ഹാരി പീറ്റർ സ്റ്റോ ഉണ്ട്. ഏഥൽ ലിലിയൻ വോയ്നിച്ചിന്റെ കാട്ടുകടന്നൽ എന്ന പുസ്തകത്തിലെ ജമ്മ എന്ന് പറയുന്ന കഥാപാത്രം ഇന്നും അത്തരത്തിലുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ പലരും ഭയക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജമ്മ എന്ന് പറയുന്ന വിപ്ലവകാരി, അവരൊക്കെ എഴുതി അനശ്വരയാക്കിയ ഒരു റൈറ്ററായിരുന്നു ഏഥൽ ലിലിയൻ വോയ്നിച്ച്. അതുപോലെ കവികളാണെങ്കിൽ ക്രിസ്റ്റീന റോസറ്റി, എമിലി ഡിക്കിൻസൺ ഉണ്ട്, എമിലി ബ്രോണ്ടി ഉണ്ട്, പിന്നെ നമ്മുടെ മലയാളത്തിൽ മാധവിക്കുട്ടി ഉണ്ട്, സാറ ജോസഫ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഞാനിങ്ങനെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. അവരൊക്കെ പലരും നമുക്ക് മുന്നേ നടന്നു പോയവരാണ്, പലരും നമ്മുടെ കൂടെ നടക്കുന്നവരാണ്, ഇന്നും നമ്മളെ നയിക്കുന്നവരാണ്. അത് സാഹിത്യത്തിൻ്റെ മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലകളിലും ഇങ്ങനെ നയിക്കുന്ന സ്ത്രീകളെ നമുക്ക് കാണാൻ പറ്റും. ഇവരൊക്കെ പോരാളികളാണ്. ഈവൻ ജെ.കെ. റൗളിങ്ങിനെ പോലും, ജെ.കെ. റൗളിങ്ങിന് ഇന്നുള്ള ഫെയിമും ഗ്ലോറിയും എന്താണെന്ന് നമുക്കറിയാം. അവരിന്ന് ഏതൊരു സ്ഥാനത്താണ് നിൽക്കുന്നത് നമുക്കറിയാം. പക്ഷെ അവർ പോലും ഒരുപാട് സഹിച്ചിട്ടും ഒരുപാട് പൊരുതിയിട്ടുമാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് വന്നിട്ടുള്ളത്. അവരുടെ യഥാർത്ഥ പേര് ജോയാന എന്നായിരുന്നല്ലോ, പക്ഷെ ജെ.കെ. റൗളിംഗ് എന്നുള്ള പേരിലാണ് അവരവരുടെ ഹാരി പോട്ടർ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ജോയാന എന്നത് ഒരു കേൾക്കുമ്പോൾ തന്നെ ഒരു സ്ത്രീയാണ് എന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു പേരാണ്. അപ്പം ഒരു സ്ത്രീ എഴുതിയ പുസ്തകം വായിക്കാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല, ഒരു സ്ത്രീ എഴുതിയാൽ അത് എവിടെയും എത്തില്ല എന്ന് പബ്ലിഷേഴ്സ് പറഞ്ഞതുകൊണ്ടാണ് കേൾക്കുമ്പോൾ ഒരു പുരുഷൻ ആണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി അവർ ജെ.കെ. റൗളിംഗ് എന്നുള്ള പേരിൽ എഴുതുന്നത്. ഇങ്ങനെയുള്ള കഥകൾ ഇവരുടെ ഒക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് പടവെട്ടിയിട്ടാണ് ഇവരൊക്കെ ഇന്ന് കാണുന്ന ഒരു നിലയിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ പണ്ട് ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനൊരു ക്യാമ്പിന് പോയപ്പം അവിടെ ഞങ്ങളെല്ലാവരും കൂടി രാത്രി ഇങ്ങനെ ഇരുന്ന്, കുട്ടികളുടെ ക്യാമ്പായിരുന്നു, അതിൽ നമ്മുടെ സ്വപ്നങ്ങളെ പറ്റി, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ചെറിയ കുട്ടിയാണ്, അന്ന് ടീനേജർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി അവിടെ വന്ന് നിന്നിട്ട് ജെ.കെ. റൗളിങ്ങിനെ പറ്റിയാണ് സംസാരിച്ചത്. അന്ന് സംസാരിച്ചിട്ട് അവൾ കരയായിരുന്നു. അവൾ അന്ന് എന്തുകൊണ്ടാണ് കരഞ്ഞത് എനിക്ക് അന്ന് മനസ്സിലായില്ല, പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവും. കാരണം ഈ എഴുത്തുകാരികളൊക്കെ അവരെല്ലാവരും ഫൈറ്റേഴ്സാണ്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനങ്ങൾ, സ്ത്രീ ആയതുകൊണ്ട് മാത്രം നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് വിവേചനങ്ങളുണ്ട്. അങ്ങനെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത്. അപ്പോൾ ഇന്നും നമ്മുടെ മുന്നിൽ ഒരുപാട് ഫൈറ്റേഴ്സ് ഉണ്ട്. നമ്മളെല്ലാവരും ഫൈറ്റേഴ്സ് ആണ്. അത് എഴുത്തിൽ മാത്രമല്ല, എല്ലാ മേഖലയും. ഇപ്പോൾ ഫ്രിദ കാലോ, അവരുടെ ആർട്ട് നോക്കുക. ഫ്രിദ അവർ വരച്ച പെയിൻറ്റിങ്സ് നമ്മൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ആൾക്കാർ എണീറ്റ് നിന്ന് ശബ്ദമുയർത്തി പറയാൻ പേടിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് അവർ അന്ന് തന്നെ വരച്ച് അനശ്വരമാക്കിയിട്ടുള്ളത്. അവരുടെ പെയിൻറ്റിങ്സ് മുഴുവൻ പൊളിറ്റിക്കലാണ്. അങ്ങനെയുള്ള എത്രയോ ഉദാഹരണങ്ങൾ, ഇനി ഏറ്റത് ഗ്രേറ്റ തുൻബർഗ് വരെ ഉള്ള ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ പോരാളികളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും ബഹുമാനത്തോടെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ടെസ്സിയാണ്. ടെസ്സിയെ പറ്റി ഏതെങ്കിലും ഒരു വേദിയിൽ ഇങ്ങനെ സംസാരിക്കണമെന്ന് എനിക്ക് കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അതിന് ഏറ്റവും പറ്റിയ വേദി ഇതാണ് എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. എലിനോർ മാർക്സ്, അവരുടെ വിളിപ്പേരായിരുന്നു ടെസ്സി. എലിനോർ മാർക്സ് എനിക്ക് തോന്നുന്നു ചരിത്രം ഒരുപാട് അവഗണിച്ച് കളഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇന്നും അവഗണിക്കുന്ന, ഒരു പരിധി വരെ അവഗണിക്കുന്ന ഒരു വ്യക്തിയാണ്. അവരെ കാൾ മാർക്സിന്റെ മകൾ എന്ന ലേബലിൽ ഒതുക്കാനുള്ള ശ്രമങ്ങളാണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും മാർക്സിന്റെ ചരിത്രങ്ങൾ, ജീവചരിത്രമൊക്കെ വായിക്കുന്ന സമയത്ത് മാർക്സിന്റെ 3 പെൺമക്കളിൽ ഒരാളായിട്ട് മാത്രമാണ് ടെസ്സിയെ കണ്ടിരുന്നത്. പിന്നെയാണ് റേച്ചൽ ഹോംസിന്റെ എലിനോർ മാർക്സ് ഒരു ജീവചരിത്രം എന്ന പുസ്തകം വായിക്കുന്നത്. അത് വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം ടെസ്സി എത്ര വലിയ ഒരു മനുഷ്യനായിരുന്നു, അവരൊരു എത്ര കാലിബറുള്ള, എത്ര പൊട്ടൻഷ്യലുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകയായിരുന്നു, ഒരു നേതാവായിരുന്നു എന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. ആ രീതിയിൽ അവർ നമ്മുടെ ചരിത്രം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ടെസ്സി വളരെ പഴയ കാലത്ത് തന്നെ ഒരുപാട്
ഫോർവേഡായിട്ട് ചിന്തിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച ആളാണ്. മാർക്സ് നമുക്ക് തന്നിട്ടുള്ള ആശയങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് നമുക്കറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. മാർക്സ് എഴുതി വെച്ച കാര്യങ്ങളെ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരാളായിരുന്നു ടെസ്സി എന്നുള്ളതാണ്. മാർക്സ് സിദ്ധാന്തമായിരുന്നെങ്കിൽ ടെസ്സി പ്രവൃത്തിയാണെന്നാണ് അവരെ പറ്റി പറയുക. അങ്ങനെ അവർ അത് മാത്രമല്ല, അവരൊരു ഫെമിനിസ്റ്റും കൂടിയായിരുന്നു. വളരെ പഴയ കാലത്ത് സെക്സിസത്തിൻ്റെ ഏറ്റവും മൈന്യൂട്ടായ വശങ്ങളെ കുറിച്ച് പോലും പഠിച്ച് അതിനെ എതിർത്ത ഒരാളാണ്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി 19-ാം നൂറ്റാണ്ടിൽ തന്നെ വാദിച്ച ഒരാളാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ടെസ്സിക്കുണ്ട്. അപ്പം ടെസ്സിനെയും ഞാനിവിടെ ഓർമ്മിക്കുകയാണ്. ടെസ്സി അവരുടെ സ്വന്തം മുദ്രാവാക്യമായിട്ട് കുട്ടിക്കാലം മുതൽ എടുത്തു പറയുന്ന ഒരൊറ്റ വാക്ക് എന്ന് പറയുന്നത് മുന്നോട്ട് എന്നതായിരുന്നു. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് അവരെല്ലാ സ്ഥലത്തും എഴുതിയിടുന്നത്, എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമായിരുന്നു മുന്നോട്ട്. ആ ഒരു മുദ്രാവാക്യം അത് തന്നെയാണ് ടെസ്സി അവരുടെ ജീവിതം കൊണ്ട്, അവരുടെ പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് ഇന്നും തന്നിട്ടുള്ള സന്ദേശം എന്നുള്ളത്. നമുക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളതാണ്. അത് സ്ത്രീകൾ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ അനീതികൾ നേരിടുന്ന എല്ലാ വിഭാഗങ്ങളെയും, മുഴുവൻ മനുഷ്യരെയും ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. മനുഷ്യരാശിയുടെ തന്നെ ഒരു പുരോഗതി ആവണം നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന സാഹിത്യത്തിനും നമ്മുടെ വാക്കുകൾക്കും കലയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും ഒക്കെ അർത്ഥമുണ്ടാകുന്നത് എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ, ഹ്യൂഗോ പറഞ്ഞതുപോലെ, ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്ന ഓരോ ആളുടെ അടുത്തും ഒരു വാതിലിൽ മുട്ടി വിളിച്ചിട്ട് ഞാൻ നിനക്ക് വേണ്ടി വന്നിരിക്കുന്നു എന്ന് പറയാൻ നമ്മുടെ പ്രവൃത്തികൾക്ക് പറ്റുമ്പോഴാണ് ഈ ലോകം കൂടുതൽ സുന്ദരമാവുന്നത് എന്നുള്ളതാണ്. അപ്പം ആ ഒരു രീതിയിലേക്ക് പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. അങ്ങനെയാണ് എനിക്ക് പ്രത്യാശിക്കാനുള്ളത്. നമ്മൾ ഓരോരുത്തരും ഈ ലോകത്ത് കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളുണ്ട്, അത് കൊണ്ടുവരാൻ നമുക്ക് കഴിയട്ടെ, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയട്ടെ എന്നാണ് എനിക്ക് ഇപ്പോൾ ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒരിക്കൽ കൂടി എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന്, ഈ ഒരു അവാർഡ് തന്നതിന്, എന്നെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു.